പക്ഷെ നൗഫലിന്റെ പ്രശ്നം എന്റെ സ്മൃതി പരിധിക്കാട്ടിയ പോലെയല്ല നൗഫലിന്റെ കാര്യം. 16 പേർ സ്വന്തം വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ്. നൗഫലിനെ സംബന്ധിച്ചിടത്തോളം നൗഫലിന്റെ വീട് ഇതിലെ ഏറ്റവും കുഴപ്പമെന്ന് പറ്റിയെന്ന് വെച്ചാല് ഇത് ഈ ഇലക്ഷനുമായി ഇത് ബന്ധപ്പെടുത്തിയതാണ്. തെരഞ്ഞെടുപ്പുമായി ഇത് ബന്ധപ്പെടുത്തിയില്ലെങ്കിൽ ഇതിങ്ങനെ ഒന്നും ഉണ്ടാവില്ല. സ്വാഭാവികമായും വീടിന്റെ പണി തീർന്ന കൈമാറും. അത് ഏത് ഗവൺമെന്റ് ആണെന്നുള്ളതല്ല. കാരണം ഒരു ദുരന്തമുണ്ടായി, നാട്ടിലെ ജനങ്ങൾ മുഴുവൻ സംഭാവന കൊടുത്തു, 750 കോടി 770 കോടിയിട്ട് സർക്കാരിന്റെ കിട്ടി. സർക്കാർ അവർക്ക് ഘട്ടം ഘട്ടമായി വീട് പണിത് കൊടുക്കുന്നു. അത് പണിത് കൊടുക്കുന്നതിൽ സർക്കാർ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന രൂപത്തിൽ ഒരു PR എക്സർസൈസ് നടത്തിയതാണ് ഇതിൽ കുഴപ്പമായത്. കേരളം മുഴുവൻ അത് ബോർഡ് വെച്ചു. വയനാട്ടിൽ ദുരന്ത ബാധിതർക്ക് ചൂരൽ മുണ്ടക്കൈ ആളുകൾക്ക് ഞങ്ങൾ ഇത് അത് കൊടുത്തു, വേറെ ആരുണ്ട് കൊടുക്കാൻ എന്ന രൂപത്തിൽ. അപ്പുറത്ത് കോൺഗ്രസിന്റെ LDF അല്ലാതെ കോൺഗ്രസ് പിരിച്ച കാശ് കൊടുത്തില്ല എന്നതും കൂടി ചേർത്ത് ഇവരങ്ങിറക്കി. പക്ഷെ പ്രശ്നം എന്താ? 178 വീട് വന്നു. ഒരു വീട്ടിൽ പോലും ആരും കയറി താമസിച്ചിട്ടില്ല, ഇതുവരെ താമസിച്ചിട്ടില്ല. ഇപ്പോഴും താമസിക്കാൻ പറ്റില്ല, താമസയോഗ്യവുമല്ല. എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞാലും ചിലപ്പോൾ ഇനി അടുത്ത ഗവൺമെന്റ് ആരായാലും LDF ഗവൺമെന്റ് വന്നാൽ പോലും ഇത് 3 മാസം കൂടി കഴിയാണ്ട് അവർക്ക് താമസിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, 1000 സ്ക്വയർ ഫീറ്റ് വീട് 30 ലക്ഷം രൂപ. അതിലൊക്കെ ഒരുപാടുണ്ട്. അതിന്റെ ഫണ്ട് പിരിച്ചതിന്റെ കണക്കുമായി ബന്ധപ്പെട്ട് വിഷയമുണ്ട്, CMDRFുമായി ബന്ധപ്പെട്ട് വിഷയമുണ്ട്. ഈ പണമൊക്കെ ഇതുവരെ എന്താ ഉപയോഗിക്കാതിരുന്നുള്ള ചോദ്യമുണ്ട്. ടൗൺഷിപ്പിന് ഇത്ര കോടി രൂപ, പല കണക്കുകളും വന്നിട്ടുണ്ട്. 30 ലക്ഷം രൂപ ഒരാളെങ്കിലും കൊള്ളയടിക്കാൻ കൊടുത്തതാണ് 1000 സ്ക്വയർ ഫീറ്റിന്റെ വീട്. നമ്മള് ഈ ലൈഫിന് 4 ലക്ഷം രൂപ കൊടുക്കുന്നു. ലൈഫിൽ ഒരു വീടിന് 4 ലക്ഷം രൂപ, ഇത് 30 ലക്ഷം രൂപയാണ് 1000 സ്ക്വയർ ഫീറ്റിന്. മാത്രമല്ല അതിൽ വേറെ ഒന്നുമില്ല, മറ്റേ കാർപ്പറ്റ് ടു കാർപ്പറ്റ് ഇല്ല. കാർപ്പറ്റ് മുതൽക്ക് എല്ലാം ഇടണം, ബൾബ് വാങ്ങിയിടണം, എല്ലാം ഇടണം. അപ്പൊ തീർച്ചയായിട്ടും ഫർണിച്ചർ വേണം, വീട്ടു സാമാനങ്ങളൊക്കെ വേണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം താമസിക്കണമെങ്കിൽ പിന്നെ സമയം എടുക്കും. ആണ് പ്രശ്നം.